We have a lot of mythological characters and their stories are very interesting. Here we are discussing such a topic. Helen of Troy does counterpart dancing by Margaret Atwood. In fact, the name only is having a connection with the mythological character. ഇവിടെ ഹെലൻ ഓഫ് ട്രോയ് ഡസ് കൗണ്ടർ ടോപ്പ് ഡാൻസിങ് എന്ന കവിതയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. And it was written by Margaret Atwood. We have already done the works of Margaret Atwood and she is a famous novelist and writer. വളരെ പ്രശസ്തിയായ എഴുത്തുകാരിയാണ്, അതേപോലെ നോവലിസ്റ്റ് ആണ്. And she is mainly noted for her novel The Handmaid's Tale. The Handmaid's Tale എന്ന നോവലിലൂടെയാണ് മാർഗരറ്റ് ആറ്റ്വുഡ് ശ്രദ്ധേയായത്. And here the Helen of Troy does countertop dancing is a dramatic monologue in which she presents a girl named Helen as a nude dancer. ഇവിടെ ഹെലൻ ഓഫ് ട്രോയ് ഡസ് കൗണ്ടർപാർട്ട് ഡാൻസിങ് എന്നത് ഒരു ഡ്രമാറ്റിക് മൊണോലോഗ് ആണ്. ഡ്രമാറ്റിക് മൊണോലോഗ് ഇസ് എ പോം in which there is a speaker and a listener, but the presence of the listener is not through the words of the speaker. ഒരു ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്, പോറ്റിക് ടെക്നിക്കാണ്. ആൻഡ് ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ റോബർട്ട് ബ്രൗണിങ്. റോബർട്ട് ബ്രൗണിങ് ആണ് മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന പ്രശസ്തമായ കവിത എഴുതിയ, ഫ്രാലിപ്പാലിപ്പി അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ എഴുതിയ നമ്മുടെ റോബർട്ട് ബ്രൗണിങ് ആണ് ഈ കവിത, ഈ ഒരു ഡ്രമാറ്റിക് ടെക്നിക്ക് പോപ്പുലറൈസ് ചെയ്തത്. ഇതില് ഒരു സ്പീക്കർ ഉണ്ടാകും, ഒരു ലിസണർ ഉണ്ടാകും. ആ ലിസണറുടെ പ്രസൻസ് നമ്മൾ അറിയുന്നത് ത്രൂ ദ വേർഡ്സ് ഓഫ് ദി സ്പീക്കർ. സ്പീക്കറുടെ വാക്കുകളിലൂടെയാണ് അവിടെ ഒരാൾ കേൾക്കാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള ഒരു ടെക്നിക്കാണ് ഡ്രമാറ്റിക് മോണോലോഗ്. ഈ കവിതയും അതേപോലെയുള്ള ഒരു അതേ ടെക്നിക്ക് ഉപയോഗിച്ചുള്ള ഒരു ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. ഇതില് സ്പീക്കറുടെ പേര് ഹെലൻ എന്നാണ്. ആൻഡ് ഷീ ഈസ് എ ന്യൂഡ് ഡാൻസർ, ഒരു നർത്തകിയാണ്. സാധാരണ നർത്തകിയല്ല, ക്യാബറെ ഡാൻസർ പോലെയുള്ള ഒരു ശരീര പ്രദർശനം നടത്തുന്ന ഒരു നർത്തകി. ആൻഡ് ഹെലൻ ഓർ ഹെലൻ ഓഫ് ട്രോയ് ഇസ് എ മിത്തോളജിക്കൽ ക്യാരക്ടർ who is regarded as the most beautiful woman in the world. നമ്മുടെ ഹെലൻ, നമ്മൾ പറഞ്ഞു ഹെലൻ ഓഫ് ട്രോയ് എന്നാണ് ടൈറ്റിൽ തന്നെ. ഹെലൻ ഓഫ് ട്രോയ് എന്ന ആ ഒരു ലേഡി അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഹെലൻ ഓഫ് ട്രോയ്. അവര് ട്രോജൻ യുദ്ധം നടന്നത് തന്നെ ഈ ഒരു ഹെലന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഫോസ്റ്റസ്, ക്രിസ്റ്റഫർ മാർലോയുടെ വളരെ പ്രശസ്തമായ നാടകമാണ് ഡോക്ടർ ഫോസ്റ്റസ്. അതിൽ ഡോക്ടർ ഫോസ്റ്റസ് കാണാൻ ആഗ്രഹിക്കുന്നത് ഹെലൻ ഓഫ് ട്രോയ് ആണ്. അതായത് മെഫിസ്റ്റോഫെലിസിനോട് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ കാണണം. അങ്ങനെ പറയുന്ന സമയത്ത് ഹെലൻ ഓഫ് ട്രോയെ കാണിച്ചു കൊടുക്കുന്നു. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, വാസ് ദിസ് ദ ഫേസ് ദാറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ 1,000 ships and burned the topless towers of Ilium. Oh sweet Helen, make me immortal with thy kiss. ഹെലനെ കാണുന്ന സമയത്ത് ഡോക്ടർ ഫോസ്റ്റസ് പറയുന്നത്, വാസ് ദിസ് ദ ഫേസ് ദാറ്റ് ലോഞ്ച്ഡ് 1,000 ships and burned the topless towers of Ilium. Oh sweet Helen, make me immortal with thy kiss. ആ ഒരു കൊട്ടേഷൻ വളരെ പ്രശസ്തമായ കൊട്ടേഷൻ ആണ്. അതേപോലെ ഈ ഹെലൻ അല്ലെങ്കിൽ ആ ഹെലൻ ഓഫ് ട്രോയ് ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറാണ്, സുന്ദരിയാണ്. ലോകത്തിലേക്ക് ഏറ്റവും നല്ല സുന്ദരിയായ സ്ത്രീയാണ് ഹെലൻ ഓഫ് ട്രോയ്. അങ്ങനെയുള്ള ആ ഹെലന്റെ പേരാണ് ഇവിടെ നമ്മളുടെ ന്യൂഡ് ഡാൻസർക്ക്. ഷീ ഈസ് ഓൾസോ ബിലീവ് ടു ബി ദ ബ്യൂട്ടിഫുൾ ഗേൾ. നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ്. വിത്ത് എ ഗുഡ് സ്ട്രക്ചർ ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ നല്ല വടിവത്ത ശരീരം, നല്ല ഡാൻസർ ആണ്. ആ ഒരു നഗ്നതയിലൂടെ അവള് പൈസ ഉണ്ടാക്കുന്നു. അവളുടെ അന്നം കണ്ടെത്തുന്ന ആ ഒരു രീതിയാണ് ഇവിടെ, അല്ലെങ്കിൽ ആ ഒരു ലൈഫാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ആൻഡ് ദ പോയിന്റ് പ്രസൻസ് ഹെലൻസ് തോട്ട്സ് ആസ് എ ഡാൻസർ, ഹൗ പീപ്പിൾ ഇൻ ദ സ്ട്രിപ്പ് ക്ലബ് റെസ്പോണ്ട് ടു ഹെർ, വെദർ ഇൻ ജഡ്ജ്മെന്റ് ഓർ ഇൻ ലസ്റ്റ്. ഇവിടെ നമുക്ക് ഹെലന്റെ ചിന്തകളാണ് കാണാൻ കഴിയുക. ഈ ന്യൂഡ് ഡാൻസർ ആണ്. ന്യൂഡ് ഡാൻസർ മീൻസ് നഗ്ന നർത്തകി. അതായത് പേരിന് വേണ്ടി മാത്രം കുറച്ച് ഡ്രസ്സ് കൊണ്ട് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രം മറിച്ചിട്ട് ബാക്കിയുള്ള ശരീരം മുഴുവൻ കാണിക്കുന്ന രീതിയിലുള്ള നർത്തകിയാണ് ക്യാബറെ ഡാൻസ് പോലെയുള്ള ഒരു നർത്തകി. അങ്ങനെയുള്ള നർത്തകി, അവളുടെ ചിന്തകളാണ് നമുക്ക് ഇവിടെ
കാണാൻ കഴിയുന്നത്. ആ ചിന്തകളിലൂടെ he thinks how people in the strip club respond to her. ആ ക്ലബില് അവളെ അല്ലെങ്കിൽ പബ് പോലെയുള്ള സ്ഥലമാണ്, അവിടെ അവളെ കാണാൻ, അവളുടെ ഡാൻസ് കാണാൻ വരുന്ന ആളുകള് ഹൗ ദേ റെസ്പോണ്ട് ടു ഹർ, അവളോട് എങ്ങനെ പ്രതികരിക്കുന്നു, വെദർ ഇൻ ജഡ്ജ്മെന്റ് ഓർ ഇൻ ലാസ്റ്റ്. ജഡ്ജ്മെന്റ് ആണോ, അതായത് എന്തിനാ അവളിങ്ങനെ ഈ ഒരു പണി ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ പല പണിയും കിട്ടൂലേ, ഇവളെന്തിനാ ഇങ്ങനെ ശരീരമൊക്കെ കാണിച്ച് നടക്കുന്നത് എന്നുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ ലസ്റ്റ് കാമത്തോടു കൂടിയാണോ അവർ നോക്കുന്നത്, അവളുടെ ആ സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ട് ആ ഒരു കണ്ണിലാണോ കാണുന്നത്, ഈ ചിന്തകളാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. And in the first stanza of the poem, the speaker, that is Helen, addresses the women critics. ഇതിന്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ, ഈ ഒരു കവിതയുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഡ്രമാറ്റിക് മോണോളോഗ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ ഹെലൻ നമ്മുടെ സ്പീക്കറാണ്. ഷീ അഡ്രസ്സസ് ദി ഇമാജിൻഡ് വിമൻ ക്രിറ്റിക്സ് ഹു മേ സജസ്റ്റ് ഹെർ ടു വർക്ക് അനദർ ജോബ്. അവൾ ആദ്യം അഡ്രസ് ചെയ്യുന്നത് ഒരു ടീമിനെയാണ്, അതായത് ഇമാജിൻഡ് വിമൻ ക്രിറ്റിക്സ്, സ്ത്രീകളെ വിമർശിക്കുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ സ്ത്രീ വിമർശകര് കുറച്ച് ടീമുണ്ട്. ഹൂ സജസ്റ്റ് ഹിയർ, അവളോട് പറയും എന്താണ്, ടു വർക്ക് അനദർ ജോബ്, അല്ലെങ്കിൽ ടു ഡു അനദർ ജോബ്. എന്താണ്, നമുക്ക് ഈ പണിക്ക് പോകുന്നതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ, പകൽമാന്യന്മാരെന്ന് നമ്മൾ പറയുന്ന ആളുകൾ, അതായത് അവർക്ക് ഇങ്ങനെ ശരീരമൊന്നും കാണിക്കാതെ വേറെ രീതിയിലേക്ക് പൊയ്ക്കൂടെ, അല്ലെങ്കിൽ വേറെ ജോലി ചെയ്തുകൂടെ, എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആളുകൾ. ആൻഡ് ഷീ റിയലൈസസ് ദാറ്റ് ഡാൻസിങ് പേസ് ദ ബിൽസ് ആൻഡ് സോ ഡസൻറ്റ് കെയർ ഫോർ അതേഴ്സ് വുഡ്സ്. അവൾ മനസ്സിലാക്കുന്നു, അതായത് ഷീ റിയലൈസസ് ദാറ്റ് ഡാൻസിങ് പേസ് ദ ബിൽസ്, അവൾക്ക് വേണ്ട ബില്ലുകൾ, അതായത് അവളുടെ ദൈനംദിന ജീവിതത്തിലെ ചെലവുകൾ നടത്താൻ അവൾക്ക് ഈ ഒരു പൈസ കൊണ്ട് ആകുന്നുണ്ട്. കാരണം ഈ ആളുകളുടെ വാക്കുകൾ മാത്രമേ ഉള്ളൂ, ആളുകൾക്ക് പലതും പറയാം, അത് ഇനിയിപ്പോ നല്ലതായാലും മോശമായാലും അഭിപ്രായങ്ങൾ പലതും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താണ്, സോ ഷീ തിങ്സ് ദാറ്റ് നെവർ കെയർ ഫോർ അതേഴ്സ് ഗുഡ്സ്. കാരണം അത്യാവശ്യം ഈ ജോലി കൊണ്ട് അവൾക്ക് അവളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം താൻ ചെയ്യുന്നത് മോശമല്ലാത്ത ജോലിയാണ്, കാരണം വേറെ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് അവൾ പറയുന്നു എന്താണ്, നെവർ കെയർ ഫോർ ദ വേർഡ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ വാക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്റെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകാം എന്ന ചിന്തകളാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. And in the next stanza, she explains how she is arousing the fantasies and desire of male clients. സെക്കൻഡ് സ്റ്റാൻസയിൽ അവൾ പറയുന്നു അവൾ എങ്ങനെയാണ് ആ മെയിൽ ക്ലയൻസിന്റെ ആ ഒരു ലസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം, അവരുടെ ഉള്ളില് ആ ഒരു ലസ്റ്റിന്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ലസ്റ്റ് എങ്ങനെയാണ് അവരുടെ ഇമാജിനേഷൻ, അവർ എൻജോയ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് താൻ ആ ഡാൻസ് കളിക്കുന്നത്, അവരെ എങ്ങനെ തനിക്ക് ആകർഷകമാക്കാം എന്നുള്ള കാര്യങ്ങളാണ്, അങ്ങനെയാണ് അവളെ ആ ഒരു തന്റെ കൈപ്പിടിയിൽ അവരെ ഒതുക്കുന്നത് എന്ന് പറയുന്നുണ്ട് അടുത്ത സ്റ്റാൻസയിൽ. ആൻഡ് ദേ മേ റിയാക്ട് ടു ഹർ ഐദർ വിത്ത് ആങ്കർ ഓർ വർഷിപ്പ്, ഓർ ഷീ ഈസ് ഷുവർ ദാറ്റ് ഷീ ഈസ് ആൻ അൺഅറ്റൈനബിൾ ഓബ്ജക്റ്റ് ടു മോസ്റ്റ് ഓഫ് ദം. ഈ ആളുകള് അവളെ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വിത്ത് ലസ്റ്റ് ഓർ ആങ്കർ, ദേഷ്യത്തോടു കൂടി. കാരണം കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ ദേഷ്യം പറയുന്നത്. കാരണം അവളുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ കാണുന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും, ഈ പറയുന്ന പകൽമാന്യന്മാർക്ക് എല്ലാവർക്കും ആ ഒരു എന്താണ് കാമത്തിന്റെ കണ്ണിലൂടെ മാത്രമാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവളെ കിട്ടില്ല എന്നറിയുന്ന സമയത്താണ് ദേ റിയാക്ട് വിത്ത് ആങ്കർ, ദേഷ്യത്തോടു കൂടി അവളോട് പ്രതികരിക്കുന്നു. അതായത് ഇവിടെ കിട്ടാൻ മുന്തിരി പുളിക്കുമെന്നുള്ള അർത്ഥത്തില് അവളെ പരിഹസിക്കുന്നു. ആൻഡ് ഷീ ഈസ് ഷുവർ ദാറ്റ് ഷീ ഈസ് ആൻ അൺഅറ്റൈനബിൾ ഓബ്ജക്ട്. അൺഅറ്റൈനബിൾ മീൻസ് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് ദേ റെസ്പോണ്ട് ടു ഹെർ ഇൻ ആങ്കർ. ആൻഡ് ഷീ ഫീൽസ് സിമ്പതി ഫോർ ദെയർ ഫീലിംഗ്സ് ഓഫ് ഡിഫീറ്റ് ആൻഡ് സ്ട്രഗിൾ. ഈ സമയത്ത് അവർക്ക്
അവൾക്ക് അവരോട് സഹതാപം തോന്നുന്നു. കാരണം ബിക്കോസ് ഓഫ് ദെയർ ഫീലിങ്സ് ഓഫ് ഡിഫീറ്റ് ആൻഡ് സ്ട്രഗിൾ. അവരിവിടെ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന കഷ്ടപ്പാടുകളും അവസാനം കിട്ടാതിരിക്കുന്ന സമയത്ത് അവരുടെ പരാജയവും ആ ഒരു റിയാക്ഷൻ ഒക്കെ കാണുന്ന സമയത്ത് ഷീ ഫീൽസ് സിമ്പതി, അവരോട് അനുകമ്പ തോന്നുന്നുണ്ട്. ആൻഡ് ഷീ ഫീൽസ് ടയർഡ് ഓഫ് ബീയിങ് ഒബ്ജക്ടിഫൈഡ് ഇൻ ദെയർ ഡ്രീംസ് ഓർ നൈറ്റ്മെയർസ്. അതോടൊപ്പം തന്നെ അവള് ചിത്രീകരിക്കുന്നു, അതായത് അവള് ക്ഷീണം പിടിക്കുന്നു, അവളുടെ ശരീരത്തിന് ക്ഷീണം തോന്നുന്നു. കാരണം അവര് ഈ പുരുഷന്മാർ അവരുടെ സ്വപ്നത്തില് അല്ലെങ്കിൽ അവരുടെ ഉറക്കത്തില് അവരുടെ രാത്രികളില് ഇവളെ ഒരു ഉപഭോഗ വസ്തു അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയി ചിത്രീകരിച്ച് അങ്ങനെ ആ ഒരു ഉപയോഗിക്കുന്നതിലൂടെ അവള് ശാരീരികമായിട്ട് ക്ഷീണിക്കുന്നു. അതാണ് ഷീ ഫീൽസ് ടയർഡ് ഓഫ് ബീയിങ് ഓബ്ജക്ടിഫൈഡ്. ഒരു ഓബ്ജക്റ്റ് ആയിട്ടാണ് അവളെ കാണുന്നത്, അതായത് ഒരു കമ്മോഡിറ്റി ആയിട്ട്, ഒരു വസ്തുവാണ്, ഉപയോഗിക്കാനുള്ള ഒരു വസ്തു. അതായത് നമ്മൾ പറയാറുണ്ട് എന്താ, പപ്പറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മെയിൽസ്. സ്ത്രീകളുടെ ജീവിതം പുരുഷന്മാരുടെ കയ്യിലെ കളിപ്പാകം പോലെയാണ്. അത് പല അർത്ഥത്തിലും, അത് ശാരീരികമായി ഉപയോഗിക്കുന്ന അർത്ഥത്തിലും അതേപോലെ തന്നെ മാനസികമായ രീതിയിലും എന്നുള്ള അർത്ഥത്തിലും ഇവിടെ അവൾ അടുത്തില്ല എങ്കിൽ പോലും അവളുടെ ഓർമ്മകളിലൂടെ അവർ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്നു. ആൻഡ് ഷീ ഈസ് അവെയർ ദാറ്റ് ദേ റെഡ്യൂസ് ഹെർ ടു കമ്പോണൻസ്. അവൾക്കറിയാം ആ ഉറക്കത്തില് അല്ലെങ്കിൽ അവരുടെ സ്വപ്നത്തിൽ അവരുടെ ആ ഒരു ഏകാന്തതയിൽ ഓരോ ഭാഗങ്ങളായിട്ട് അവളെ അവർ വിഭജിക്കും, അതായത് അവളുടെ ഓരോ ശരീരഭാഗങ്ങളും ആസ്വദിക്കും. ആൻഡ് ഷീ റിമെമ്പേഴ്സ് ഹെർ ഓൺ ഹിസ്റ്ററി ആസ് എ പ്രോഡക്റ്റ് ഓഫ് റേപ്പ് ബൈ സിയൂസ് in the form of a holy swan and her divinity as the daughter of a god. ഇവിടെ അവൾ അവളുടെ തന്നെ ചരിത്രം ഹെലൻ ഓഫ് ട്രോയ് എന്ന ആ ഒരു ചരിത്രം ഓർക്കുന്നു. കാരണം അവളുടെ അമ്മയെ സിയൂസ് എന്ന ദേവൻ ഒരു ഹോളി സ്വാനിന്റെ രൂപത്തിൽ, അരയന്നത്തിന്റെ രൂപത്തിൽ വന്ന് റേപ്പ് ചെയ്ത് അതിലൂടെ ഉണ്ടായ കുട്ടിയാണ് ഹെലൻ. അങ്ങനെയുള്ള ആ ഹെലന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഡിവിനിറ്റി, ആ ഡിവിനിറ്റി എന്നത് ഷീ ഈസ് ദി ഗോഡസ് അല്ലെങ്കിൽ ഷീ ഈസ് ദി ഡോട്ടർ ഓഫ് എ ഗോഡ്. ദൈവത്തിന്റെ, സിയൂസ് എന്ന ദേവന്റെ മകളാണ്. ആ ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റിയും അവൾ ഓർക്കുന്നു. കാരണം ഇവിടെ ആ ഹെലൻ ഓഫ് ട്രോയ് ആണ് ഇവിടെ ഈ ഹെലൻ എന്ന രീതിയിൽ സങ്കല്പിക്കുന്നത്. അതായത് അതല്ല എങ്കിൽ തന്നെയും ആ ഒരു ബോഡി സ്ട്രക്ചർ അത്രത്തോളം സൗന്ദര്യമാണ്. ദൈവത്തിന്റെ അല്ലെങ്കിൽ ദേവന്റെ മകളുടെ സൗന്ദര്യം, ആ ഒരു അർത്ഥമാണ് ഇവിടെ. ദേവന്റെ മകൾ, സിയൂസ് എന്ന ദൈവത്തിന്റെ അല്ലെങ്കിൽ ദേവന്റെ ആ ഒരു മകളാകുന്ന സമയത്ത് അത്രത്തോളം സൗന്ദര്യവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. ഷീ ഓൾസോ remembers her own identity. She thinks of her own immortal power and rises as a goddess above the countertop in a blazing swan egg of light. അവളുടെ ഇമോർട്ടൽ പവർ, അതായത് ദേവന്റെ മകളാണ്, ആ ഒരു ശക്തി, ആ ഇമോർട്ടൽ പവർ, ആ ഒരു അനശ്വരമായിട്ടുള്ള ആ ശാശ്വതമായ ശക്തിയെക്കുറിച്ച്, കരുത്തിനെ കുറിച്ച് അവള് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അതായത് മറ്റാർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, മറ്റുള്ളവരുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുള്ളുവെച്ച ആ വാക്കുകൾക്കോ ഒന്നും തന്നെ പതറിപ്പിക്കാൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ കഴിയില്ല, തനിക്ക് ഇമോർട്ടൽ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നു. അങ്ങനെ അവൾ ആ ഒരു ഡാൻസ് ചെയ്യുന്ന സ്ഥലത്ത് പൂർവാധികം ശക്തിയോടുകൂടി തന്റെ ആ ഒരു ജോലി തുടരുന്നു. And we can find a warning at the end that if anyone tries to touch her, she will incinerate them. അങ്ങനെ തന്റെ ശരീരം കൊണ്ട് ജീവിക്കുന്ന അവൾ അവസാനം ഒരു വാണിംഗ് തരുന്നു. അതായത് അവളെ പല അർത്ഥത്തിലും കാമക്കണ്ണോടുകൂടി നോക്കുന്നതും അതേപോലെ തന്നെ രൂക്ഷ വിമർശനങ്ങളൊക്കെ അവളുടെ നേർക്ക് അയച്ച് അവളെ തകർത്താൻ അല്ലെങ്കിൽ തളർത്താനൊക്കെ ശ്രമിക്കുന്ന ആളുകളോട് അവൾ അവസാനം ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഇഫ് എനിവൺ ട്രൈസ് ടു ടച്ച് മീ, എന്നെ ആരെങ്കിലും തൊടാൻ ശ്രമിച്ചാൽ അവനെ ഞാൻ ചുട്ടു ഭസ്മമാക്കും. ശരീരം കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ശരീരം, ആ ഒരു ശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവരിൽ പ്രദർശിപ്പിച്ച് അവർക്ക് ആ ഒരു ആവേശം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ് എങ്കിൽ തന്നെയും, അങ്ങനെയൊക്കെയാണ് അവൾ പൈസ സമ്പാദിക്കുന്നത് എങ്കിൽ തന്നെയും അവളെ ആരെങ്കിലും തൊടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം കട്ട പുകയായിരിക്കും എന്ന ഒരു വാണിങ്ങോട് കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്. ഇതിൽ നമുക്ക്
ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്. ഹെലൻ ഓഫ് ട്രോയ് ഡസ് കൗണ്ടർ ടോപ്പ് ഡാൻസിങ് എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ദ മിത്തോളജിക്കൽ ക്യാരക്ടർ ഹെലൻ ഓഫ് ട്രോയ് ആൻഡ് ദ ന്യൂഡ് ഡാൻസർ ഹെലൻ. ആ ഒരു കമ്പാരിസൺ, അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരെ തമ്മിൽ ഒരു കമ്പാരിസൺ ചോദിക്കാം. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഇവിടെ മാർഗരറ്റ് ആറ്റ്വുഡിന്റെ ഫെമിനിസം നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീ എന്നത് പലരും പല വാക്കുകളിലൂടെ വിശേഷിപ്പിച്ചാലും അവൾക്ക് അവളുടേതായ വ്യക്തിത്വമുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പന്താടാനുള്ള ഒരു കളിപ്പാട്ടമല്ല എന്ന ഒരു വാക്കും എന്ന ഒരു ധ്വനിയുമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.